ഹലോ നമസ്കാരം. മഴത്തോരും മുംബൈയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. അതുപോലെ തന്നെ കൃഷ്ണയെ മനു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മുടെ അലീനയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് തൻ്റെ കാമുകനെ വിളിച്ചു വരുത്തിയേക്കാണ് നമ്മുടെ ബബിത. അപ്പോൾ ബബിത കാമുകനെ വിളിച്ച് വരുത്തിയപ്പോൾ അതിനെ നല്ല രീതിയിൽ എതിർക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അലീന മുത്തശ്ശിയോടൊക്കെ പോയി പറയുമ്പോൾ മുത്തശ്ശി ബബിതയെ വഴക്ക് പറയുകയും എന്നിട്ട് ബബിതയാണെങ്കിൽ മുത്തശ്ശിക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. തർക്കുത്തരം പോലെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവനെയും കൂട്ടിയിട്ട് അലനെയും കൂട്ടിയിട്ട് മുകളിൽ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അലീന സമ്മതിക്കുന്നില്ല. ഇതിവിടെ നടക്കത്തില്ല, ഞാൻ ഇപ്പം തന്നെ എല്ലാവരെയും വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവളെയും അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ് ബബിത. ബബിത അവൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, ബബിതയെ പോവല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ കേൾക്കാതെ അലൻ്റെ കൂടെ ബൈക്കിൽ കയറി പോവുകയാണ്. മുത്തശ്ശിയോട് ചെന്ന് പറയുന്നുണ്ട് അവൾ പോയി എന്നുള്ള കാര്യവും പറയണം. അതേസമയം അതിനുശേഷമാണ് നമ്മുടെ ഗംഗാധര മേനോനും അതുപോലെ മാലതിയും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീന വന്ന് നോക്കുന്നുണ്ട് ആരാണ് വന്നത് എന്നോർത്തിട്ട്. അപ്പം ജനലിൻ്റെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അവൾക്ക് പരിചയമില്ലാത്ത രണ്ട് പേരാണ്. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവൾ രണ്ട് പേരുണ്ടല്ലോ, ഏതായാലും ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ബാലചന്ദ്രൻ സാറിൻ്റെ എന്തെങ്കിലുമൊക്കെ വിവരം അറിഞ്ഞിട്ട് വന്ന ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഡോറ് തുറക്കുന്നത്. അങ്ങനെ ഡോറ് തുറക്കുമ്പോൾ അലീനയെ കണ്ട് ഇവരിങ്ങനെ ആകെ അതിശയിച്ച് ഇങ്ങനെ നോക്കട്ടെ, ആകെ അമ്പരപ്പോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഇതാരോ ഇപ്പോൾ പുതിയ ഒരാൾ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ അലീനയും തന്നെ ഇവരെ കണ്ടിട്ട് അലീനയ്ക്ക് അറിയില്ലല്ലോ ഇതാരാണ് എന്നൊന്നും അറിയാത്തത് കൊണ്ട് അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന ആരാ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഏതാ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ് എന്ന് പറയാണ് അലീന. ഓ, അതാണ് പുതിയ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ വൈജി വിളിച്ചപ്പോഴും കമല വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാലതി പറയട്ടോ. അതാണോ, നീ എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ അലീന എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ വൈജിയുടെ മൂത്ത ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് എന്ന് മാലതി പറയുമ്പോൾ ഇവളാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോനാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അവിടെ ആഗ്രയിൽ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതൊക്കെ എങ്ങനെ കുട്ടിക്കറിയാം, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എല്ലാവരെ പറ്റിയും മുത്തശ്ശി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മിലിറ്ററിയിലാണ്. ഇപ്പോൾ നിങ്ങൾ നീലഗിരിയിലല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, അതും അറിയാവോ, ആ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ കയറി വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരുമില്ലേ, അവരൊക്കെ എന്തേന്ന് ചോദിക്കുമ്പോൾ മാഡം ഹോസ്പിറ്റലിലേക്ക് പോയി, അതുപോലെ കൃഷ്ണമോളും ഹോസ്പിറ്റലിലേക്ക് പോയി, ബബിത ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തേക്ക് പോയി എന്ന് പറയണം. അപ്പോൾ രോഹിത് കോളേജിലേക്ക് പോയതാണ് എന്ന് അലീന പറയുന്നുണ്ട്. അമ്മ എവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇത് ഈ റൂമിലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഗംഗാധര മേനോനെ മാലതി കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടേക്ക് കയറുമ്പോൾ മുത്തശ്ശി ഇത് ആരാ വന്നേക്കുന്നത് നോക്കി എന്ന് ചോദിച്ചുകൊണ്ടാണ് അലീന അങ്ങോട്ട് കയറുന്നത്. ആരാ കുഞ്ഞെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അമ്മേ, ഞങ്ങളാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരനും മാലതിയും കൂടി അങ്ങോട്ടേക്ക് കയറാണ്. ആ ഗംഗ, നീ വന്നോ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് അമ്മയെ കാണാൻ വന്നൂടെ, നീ അമ്മയൊക്കെ മറന്നു പോയോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശി ഇങ്ങനെ പരിഭവം പറയുമ്പോൾ അതൊന്നും അല്ല അമ്മേ, ഓരോരോ തിരക്കുകൾ അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയണം. എന്നാലും നിനക്കിപ്പോൾ റിട്ടയർഡ് ലൈഫല്ലേ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നൊന്ന് വന്ന് കണ്ടൂടെ, എത്ര നാളായി ഞാനിങ്ങനെ വിളിക്കുന്നതാണ് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അമ്മേ, ഞാനും പറയാറുണ്ട് അമ്മ ഗംഗേട്ടനോട്, ഗംഗേട്ടനാണെങ്കിൽ ഇപ്പോൾ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചെങ്കിലും അതിൻ്റെയൊക്കെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാനൊന്നും സമയമില്ല, ഓരോ പ്രോഗ്രാമിനും ഗംഗേട്ടൻ പോയിക്കൊണ്ടിരിക്കും, അതാണ് വരാനൊക്കെ താമസം എന്ന് പറയണം മാലതി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും വല്ലപ്പോഴും ഒന്ന് വന്നോടെ ഗംഗ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ പറയണം, വരാം അമ്മേ, ഇപ്പോൾ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയണം. നീ എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ വിവരങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ വൈജി വിളിച്ചായിരുന്നു അമ്മ, എന്നെ വൈജി വിളിച്ചാണ് പറഞ്ഞത്, അതിന് മുന്നേ വൈജി വിളിച്ചായിരുന്നു, ബാലചന്ദ്രൻ എങ്ങാനും വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും ബാലചന്ദ്രൻ എന്താ പറ്റിയത് അമ്മയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല മോനെ, അവൻ്റെ സ്വഭാവത്തിൽ അന്ന് ഉച്ചവരെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിനോട് വരെ നല്ല രീതിയിൽ സംസാരിച്ചതാണ്, ഉച്ചയ്ക്കൊന്ന് മയങ്ങാനായിട്ട് പോയി കിടന്നതാണ്. പിന്നീട് ബാലചന്ദ്രനെ ഇവിടെ ആരും കണ്ടിട്ടില്ല. പിന്നീട് കയറി വരുന്നത് 2 ദിവസം കഴിഞ്ഞ് മുഴുവൻ കള്ളുകുടിയനായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. എവിടെ പോയെന്നോ, ആരെ കാണാൻ പോയെന്നോ, എവിടെയായിരുന്നോ ഒന്നും
ആർക്കും അറിയത്തില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഗംഗാധരനും മാലതിയും കൂടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു അമ്മേ? വൈജിയും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. അപ്പോൾ അലീന അവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പോൾ ഇവർ കുടുംബ പ്രശ്നങ്ങളല്ലേ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അലീനയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുമ്പോൾ അലീന, ഞാൻ എന്നാൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവർക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുക്ക്, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ വരുന്ന വഴിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു കടയിൽ കയറി കഴിച്ചു എന്ന് പറയണം. എന്നാലും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീന പുറത്തേക്ക് പോകുന്നുണ്ട്. അതേതാ കുട്ടി അമ്മ, എവിടുന്നാ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്നെ നോക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ ഏൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്, പാവമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തോളും, ഒരു പ്രശ്നവുമില്ല അതിനെക്കൊണ്ട്. പക്ഷേ വൈജയ്ക്ക് അവളെ കണ്ണുകൂടാ എന്ന് പറയണം. അതെന്താ വൈജയ്ക്ക് അവളെ ഇഷ്ടമല്ലാത്തത്? വൈജയ്ക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും തട്ടിക്കേറിയിട്ടുള്ള സ്വഭാവമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇവളോട് കുറച്ച് കൂടുതലാണ്. അതെന്താ ഇവളോട് ഇത്തിരി കൂടുതലെന്ന് അമ്മ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയാണ് മാലതി. അത് അവളുടെ പ്രായം തന്നെ, അവൾ ചെറിയ പ്രായമാണ്, എല്ലാവരെയും കണ്ണും കൈയും കാട്ടി മയക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ. ആ സംഭവങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ ഇവള് കാരണമാണെന്നാണ് വൈജ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷേ ഒന്നും ഇവള് കാരണമല്ല. ഇവൾ ഇത്രയും നല്ലൊരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട്, കണ്ടാലൊരു സെർവൻ്റ് ആണെന്നൊന്നും തോന്നത്തില്ല കേട്ടോ അമ്മേ, ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചതുപോലെ ഉണ്ട് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ എന്ന് പറയണം. ഇത് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനുവിൻ്റെ അടുത്തും പറയുമായിരുന്നു ഇത്. അവളെ കണ്ടാൽ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത്, ഒരു സെർവൻ്റ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല, അത്രയും ഐശ്വര്യമില്ല അവളുടെ മുഖത്ത് എന്ന് പറയുമ്പം ഗംഗാധരൻ ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുകയാണ്. മാലതിയാണ് അതിനെപ്പറ്റി കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തോളും, എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തോളും, എന്നിട്ടും വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യും, അടുക്കള ജോലിയും വീട് നോക്കുന്നത് മുഴുവനും അവളാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുമോൾ എന്നൊരു സെർവൻ്റ് ഉണ്ടായിരുന്നില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, ഇവൾ വന്നതോട് കൂടിയിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഇവളുടെ മണ്ടയ്ക്ക് കയറ്റി എല്ലാ ജോലിയും. എന്നാൽ അതിനൊരു പരാതിയും ഇല്ല, ശമ്പളം വളരെ കുറച്ച് ശമ്പളം മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ, എല്ലാ ജോലിയും ചെയ്യുകയും ചെയ്യും, ഒരു പരാതിയും ഇല്ലാതെ ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഇടയായിട്ട് അവൾ പോവുകയാണ്, ഇനി അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വൈജ തന്നെ അവളോട് പോകാനായിട്ട് പറഞ്ഞതാണ്. ആ സമയത്താണ് ബാലചന്ദ്രനെ കാണാതായതും ബാലചന്ദ്രൻ തിരിച്ചു വന്നതും അറ്റാക്കായി ഹോസ്പിറ്റലായതും. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു വന്നിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞാണ് അവൾ നിൽക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഗംഗാധരനും മാലതിയും ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവളെ എവിടുന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ അടുത്തെങ്ങാനുമാണോ? ഇവിടെ അടുത്തൊന്നുമല്ല, എങ്ങാണ്ടോ ദൂര സ്ഥലത്തു നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണെന്നാണ് തോന്നുന്നത് അവളെ കൊണ്ടുവന്നത്. എവിടെ സ്ഥലം എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ളത് കേട്ടപ്പോഴേ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ കൂടുതലും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും വൈജയും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്. സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം ഇവളെ ചൊല്ലിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാറ്. വൈജയ്ക്ക് ഇവളെ ഇഷ്ടമല്ല, പക്ഷേ ഇവളെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ബാലചന്ദ്രനെ നിങ്ങൾക്കറിയാലോ, ഒരു മോശം പ്രവൃത്തിയും ചെയ്യുന്ന ഒരാളല്ല, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവളുടെ മനസ്സിലെ നന്മയും ഇവളുടെ ഉദ്ദേശ്യശുദ്ധിയൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ട് എപ്പോഴും ഇവൾക്ക് സപ്പോർട്ടായിട്ട് ബാലചന്ദ്രനും മനുവൊക്കെ നിൽക്കും. അത് വൈജയ്ക്ക് ഇഷ്ടമല്ല. വൈജ അതിനുകൊണ്ട് തന്നെ ഇവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളെ നിലവിലുള്ളൂ. അതുകൊണ്ടാണ് ഇവളോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത്. പിന്നെ രോഹിത്തിൻ്റെയും ഹരിയുടെയൊക്കെ കുസൃതികൾ കുറച്ച് കൂടുകയും ചെയ്തു, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായി, ഇവൾ ഹോസ്പിറ്റലായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതെന്തിനാ ഇവൾ ഹോസ്പിറ്റലിലായി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, തൽക്കാലം ഇപ്പോൾ അതിലേക്കൊന്നും കടക്കണ്ട, എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോയതെന്ന് വല്ലതും പറഞ്ഞായിരുന്നു അമ്മയും ചോദിക്കുമ്പോൾ എവിടേക്കാണ് പോയതെന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും ഇല്ല. ഒരാളെയും വിളിച്ചിട്ടില്ല, വിളിച്ചും പറഞ്ഞില്ല, ഒന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എന്തോ കാര്യമായിട്ട് ആ കുഞ്ഞിന് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ഏതായാലും വന്ന് കയറിയതല്ലോ, ഒന്ന് ഫ്രഷ് ആവുക, അല്ലെ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവുക എന്നൊക്കെ പറയണം മുത്തശ്ശി. ശരി അമ്മ, എന്നാൽ ഞങ്ങൾ ഫ്രഷ് ആവാം എന്ന് പറയുമ്പോൾ ആ സമയത്താണ് അലീന വന്നിട്ട് പറയണത് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വിളിക്കുമ്പം അവർ ചായ കുടിക്കാനായിട്ട് വരിക കേട്ടോ. അപ്പോൾ അലീനയോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണമല്ലോ, അലീനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. അപ്പം
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഇവരിങ്ങനെ തുടങ്ങുകയാണ്. അപ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കും. തിരുവനന്തപുരത്താണെന്ന് പറയാട്ടോ. അപ്പം മാലതി ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വീട് എന്ന് പറയുമ്പോൾ, അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇപ്പം ആ വീട് ഇല്ല, വീട്ടിൽ ആരുമില്ല, ഞങ്ങളൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് പോയി എന്ന് പറയണം. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു, അതൊരു ഓർഫനേജ് ആയിരുന്നു, ഇപ്പം അവിടെ ആരുമില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇവർക്ക് ആകെ എന്തൊക്കെയോ ഒരു സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. കാരണം ഓർഫനേജിൽ നിന്നാണ് അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം അച്ഛനാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം നേഴ്സായിട്ട്. അപ്പോൾ അച്ഛൻ തിരുവനന്തപുരത്ത് പോയിട്ട് തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ അവൾ 22 വയസ്സ് എന്ന് പറയട്ടോ. അതുകൂടി കേട്ടപ്പോൾ ഇവർക്ക് ആകെ എന്തൊക്കെയോ സംതിങ് തോന്നുകയാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു നിങ്ങളുടെ സ്ഥാപനം എന്ന് ചോദിക്കുമ്പം കഴക്കൂട്ടത്തായിരുന്നു. അതാരാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മമ്മിയായിരുന്നു, ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു അസുഖം വന്നു എന്ന് പറയണം. അസുഖം വന്ന് അവർ ഏകദേശം മരിക്കും എന്ന് തോന്നിയപ്പം, ഇനി ഒരുപാട് നാൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് തോന്നിയ സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്ഥലത്തേക്ക് മാറ്റി എന്ന് പറയണം. അപ്പം നീ എങ്ങനെ ഇവിടെ തന്നെ വന്ന് പെട്ടു എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്ക് അറിയത്തില്ല, ബ്രിജിത്ത മമ്മിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് പറയണം. അപ്പോൾ അലീനയുടെ സംസാരത്തിലും അലീനയെ തിരുവനന്തപുരം കണക്ഷൻ ഉള്ളത് കൊണ്ടൊക്കെ ഇവർക്ക് ഭയങ്കര സംശയങ്ങൾ വരികയാണ്. ബാലചന്ദ്രനുമായിട്ട് ഇവൾക്ക് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടോ, ബാലചന്ദ്രനോട് ഇവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കട്ടോ. കാരണം ആ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളത് ഇവർ വിശ്വസിച്ചിരിക്കുകയാണ്, വൈജയന്തിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു സംശയം തൽക്കാലം തോന്നുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കണക്ഷൻ വെച്ചിട്ട് അപ്പം അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇനി ആ ഓർഫനേജിലായിരിക്കുമോ ഇവളുടെ വൈജയന്തിയുടെ കുഞ്ഞിനെ കൊണ്ടു ചെന്നാക്കിയത്. അപ്പോൾ ഇവൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അലീനെ ഇവിടേക്ക് തന്നെ പറഞ്ഞയച്ചത് എന്നൊക്കെ ഇങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ ഇവരെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം, ഞാൻ ആരാണെന്ന് അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ പേടി തോന്നുക കേട്ടോ. കാരണം ഒരു പട്ടാളക്കാരനാണ്, വൈജയന്തി മാഡത്തിൻ്റെ സ്വന്തം അമ്മയുടെ ചേട്ടനാണ്, അമ്മാവനാണ്. പക്ഷെ അതൊന്നും അറിയിക്കാൻ പറ്റില്ലെങ്കിലും എന്നാലും ഇങ്ങനെ കുറച്ച് ഗൗരവത്തോടു കൂടി സംസാരിക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ പറയാം സാർ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് ആണ് നീ താമസിച്ചിരുന്നത് എന്നല്ലേ പറഞ്ഞത്? അതെ സർ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പാലായിൽ നീ എത്തിച്ചേർന്നത് മുത്തശ്ശൻ നിന്നെ, അതായത് ഞങ്ങളുടെ അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണെന്ന് പറയുന്നു. അച്ഛൻ നിന്നെ മുൻപ് കാണാൻ വരാറുണ്ടായിരുന്നോ? ഇതിന് മുൻപ് എപ്പോഴെങ്കിലും ഞങ്ങളുടെ അച്ഛൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടോ? അത് അങ്ങനെ വല്ല പരിചയവും നിനക്കുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല സർ, ഞാൻ ആദ്യമായിട്ടാണ് മുത്തശ്ശൻ അവിടെ വന്നിട്ട് കാണുന്നത്, മുത്തശ്ശനും മനുവേട്ടനും കൂടിയിട്ടാണ് അവിടെ വന്നത് എന്ന് പറയാട്ടോ. അതെങ്ങനെ മുത്തശ്ശൻ അവിടെ എത്തി? അതൊന്നും എനിക്ക് അറിയത്തില്ല സർ. ഞാൻ അവിടെ മമ്മി പറഞ്ഞ ഒരു ഓർമ്മ വെച്ചിട്ട് മുത്തശ്ശൻ അവിടെ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓർഫനേജ് ഓരോരുത്തരെയും ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരാളെ കാണാനുണ്ടെന്നും പറഞ്ഞിട്ടാണ് മമ്മി ഒരു ദിവസം പാലായിലേക്ക് വന്നത്. എന്നിട്ട് മുത്തശ്ശനും മനുവേട്ടനും കൂടെ പിന്നീട് എന്നെ കാണാൻ വരികയും ചെയ്തു എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് മമ്മി നിന്നോട് എന്താ പറഞ്ഞത്, നീ എന്നെ എങ്ങോട്ടേക്ക് അയക്കുന്നു എന്നാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് മുത്തശ്ശൻ്റെ ഭാര്യ, അതായത് മുത്തശ്ശിക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിയെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ വേണം, അങ്ങനെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അതിന് മുൻപ് ഒരിക്കലും മുത്തശ്ശൻ അവിടെ വന്നത് നീ കണ്ടിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നത് മുഴുവനായിട്ട് ഇവർക്ക് കണ്ട് വിശ്വാസം വരുന്നില്ല. പക്ഷെ അലീനയാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ മുത്തശ്ശൻ വന്ന് സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് പറഞ്ഞേക്കുന്നതെന്ന് മമ്മി പറഞ്ഞ കാര്യങ്ങളൊന്നും അലീന പറയുന്നില്ല. അപ്പോൾ ഗംഗാധരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ നേരെ ഇങ്ങോട്ടേക്കാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ആ സമയത്ത് മുത്തശ്ശി കൊല്ലപ്പള്ളിയിലായിരുന്നല്ലോ, അപ്പോൾ കൊല്ലപ്പള്ളിയിലായിരുന്നു കുറച്ച് നാൾ, പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയണം. പിന്നെ നീ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞു, അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് ഇവിടെ
പറ്റത്തില്ല സർ, ഞാനിവിടെ ഒരുപാട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം മാഡത്തിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇനിയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോവാൻ തീരുമാനിച്ചതാണ് എന്ന് പറയാണ് അലീന. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് വേറെ വല്ല കാര്യങ്ങളും അറിയാവോ? നിങ്ങളുടെ ഓർഫനേജിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് ബാലചന്ദ്രനുമായിട്ട് എങ്ങനെയാണ്? നീ ഭയങ്കര നല്ല സ്നേഹത്തിലാണല്ലോ. സാറ് ഭയങ്കര ബഹുമാനം കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എന്നോട് ഒരു മകളോട് എന്നുള്ള ഒരു സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അച്ഛനോട് എന്നുള്ള ഒരു സ്നേഹമാണ് ഞാൻ അങ്ങോട്ടും കാണിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ എന്ന് പറയണം. അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർക്കാർക്കും ഒന്നും എന്നെ അത്രയ്ക്ക് താല്പര്യമില്ല. കൃഷ്ണമോള് മാത്രമാണ് ഇവിടെ പിന്നെ എന്നോട് കൂട്ടൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഇവളുടെ സംസാരത്തിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുകയാണ്. അലീന ആയിരിക്കുമോ ഇനി ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? അലീനയ്ക്ക് തിരുവനന്തപുരത്തുള്ളൊരു കണക്ഷനാണല്ലോ. അപ്പോൾ അവളുടെ ഓർഫനേജിൽ വെച്ചുണ്ടായ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിന്നെ കാണാൻ അവിടെ നിന്ന് ആരെങ്കിലും വരികയോ മറ്റോ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പം, അവിടെ കാണാൻ വരാനൊന്നും ആരുമില്ല സർ, ഞങ്ങൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ മമ്മി മരിച്ചുപോയി എന്ന് പറയാണ് അലീന. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റി അതൊക്കെ മനസ്സിലാവാഞ്ഞിട്ടുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഫ്രഷ് ആവാനായിട്ട് പോകണം. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമല്ലോ. കാര്യം ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരാണല്ലോ ഈ വന്നേക്കുന്നത്. ഇവരുടെ കൂടെ ആയിരുന്നല്ലോ മാഡം താമസിച്ചിരുന്നത്, അമ്മ താമസിച്ചിരുന്നത്. അപ്പം തൻ്റെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരിക്കും. എങ്ങനെയെങ്കിലും അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ എന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇങ്ങനെ വൈജയന്തി ബാലചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും ദിവസമായി ഹോസ്പിറ്റലിലായിട്ട്, ഇത്രയും ദിവസമായിട്ടും വൈജയന്തിക്ക് ബാലചന്ദ്രനെ കാണാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ കൂടി വൈജയന്തിക്ക് ഉണ്ട് കേട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ ഭർത്താവ് കാണാനായിട്ട് വരുന്നത് കേട്ടോ. സഹോദരിയും ഭർത്താവും കൂടി കാണാനായിട്ട് വരുമ്പോൾ ബാലചന്ദ്രനെ കാണാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനെ അവർ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് ഇവർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചവരൊക്കെ ഇറങ്ങുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട്, വഴിയെ വരുന്നവർക്കും പോകുന്നവർക്കും മക്കൾക്കും സഹോദരിയുടെ ഭർത്താവിനും എല്ലാവർക്കും കാണാം, എനിക്ക് മാത്രമാണ് ഭ്രഷ്ട്, എനിക്ക് മാത്രമാണ് അകത്തേക്ക് കയറാൻ പറ്റാത്തത്, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവിടെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി ഇങ്ങനെ മനു ഉണ്ട് അവിടെ, മനുവിനോടും വൈജയന്തി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ മനു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഇനി ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് വൈജയന്തി അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതേ സമയത്താണ് ഇങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, വൈജയന്തി സംസാരിക്കുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല ഗംഗേട്ട ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്, എന്നെ കാണാൻ മാത്രം കൂട്ടാക്കുന്നില്ല, ബാക്കി എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരനും മാലതി അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വൈജയന്തി ഹോസ്പിറ്റലല്ലേ, നീ ഇങ്ങനെ കിടന്ന് ഒച്ചയുണ്ടാക്കാതെ, എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നിന്നെ കാണാനുള്ള ഒരു മൂഡ് ഉണ്ടായിരിക്കത്തില്ല, ഒരു അവസ്ഥ ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയണം. അങ്ങനെയൊന്നുമല്ല, എൻ്റെ കാര്യം പറയുമ്പോഴേക്ക് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേക്കുകയാണെന്ന് കൃഷ്ണമോള് പറഞ്ഞല്ലോ, കൃഷ്ണ പറഞ്ഞു അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ട്, അമ്മയ്ക്ക് വിഷമമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു എന്നൊക്കെ കൃഷ്ണ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഹോസ്പിറ്റലല്ലേ, നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്നും സംസാരിക്കേണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് വന്നതെന്നൊക്കെ അപ്പോഴാട്ടോ മാലതിയോട് ചോദിക്കുന്നത്. ചേട്ടത്തി, അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നു നേരെ വീട്ടിലേക്കാണ് ചെന്നത്, അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നത്? അവിടെ ആരുണ്ടായിരുന്നില്ല, അവിടുത്തെ ആ സെർവൻറ്റും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾ പറഞ്ഞിട്ടുണ്ടാകും, അവളാണ് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും ഫസ്റ്റ് എയ്ഡ് കൊടുത്തതും എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം. ഒക്കെ അമ്മയാണ് പറഞ്ഞത്, ബാലചന്ദ്രനെ അവളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതും എന്നുള്ള കാര്യങ്ങളൊക്കെ. വലിയ കാര്യമായി പോയല്ലോ, അവൾ എല്ലാവരുടെ അടുത്തും മൈക്കെടുത്ത് പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് അലീനയെ കുറിച്ചിട്ട് കേട്ടോ.
പിന്നീട് ഗംഗാധരനും മാലതിയും കൂടെ ബാലചന്ദ്രനെ കാണാനായിട്ടൊരു അവസരം നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ബാലചന്ദ്രനെ കാണാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാം, സിസ്റ്ററോട് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ, ഇവിടെ 2 പേര് വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പം ആരാ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ ഭാര്യയുടെ ചേട്ടനും വൈഫും ആണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം എനിക്ക് ആരെയും കാണണ്ട, മനു ഉണ്ടെങ്കിൽ മനുവിനെ മാത്രം കണ്ടാൽ മതി എന്ന് പറയണം. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, തൽക്കാലം ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. മനുശങ്കർ ആരാണ്, മനുശങ്കറിനെ കാണണമെന്ന് പറയുന്നു എന്ന് പറയാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ മനുവിനോട് സംസാരിക്കുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ ആരെയും കാണാത്തത്, അവിടെ വല്യച്ഛൻ വന്നിട്ടുണ്ട്, വല്യച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ട്, ഗംഗാധരൻ വല്യച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ട്, അപ്പോൾ അവർ അങ്കിളിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു, അങ്കിൾ എന്താ ആരെയും കാണാൻ അനുവദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റെസ്റ്റ് വേണം മനു, എനിക്ക് ശരീരത്തിന് മാത്രമല്ല എനിക്ക് മനസ്സിനും റെസ്റ്റ് വേണം. അപ്പോൾ മനസ്സിന് റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ആരെയും കാണണ്ട എന്ന് വെക്കുന്നത് എന്ന് മനുവിനോട് ഇങ്ങനെ പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്.